ബ്രെഡ് ടോസ്റ്റ്, ഏത്തപ്പഴം നെയ്യിൽ വറുത്തത്, പിന്നെ കടലമാവ് ലഡു, ഇത്രയുമാണ് ഇതിലുള്ളത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന വിധമാണ്: 2 മുട്ട, അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, 1-2 സ്പൂൺ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1-2 സ്പൂൺ പഞ്ചസാര ഇടുക. വാനില എസൻസ് ഒഴിക്കുക, 2-3 തുള്ളി. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച ശേഷം ബ്രെഡ് എടുത്ത് ആ കൂട്ടിലോട്ട് നന്നായി മുക്കി 2 വശവും തിരിച്ചും മറിച്ചും മുക്കി ചൂടായ പാനിലോട്ട് വെക്കുക. തീ കുറച്ച് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് 2 വശവും മാറി മാറി മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നവരെ മറിച്ചും തിരിച്ചും ഇട്ട് വറുക്കുക. ഈ ബ്രെഡിലോട്ട് വേണമെങ്കിൽ ഈ പാലിൻ്റെയും മുട്ടയുടെയും കൂട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ ഈ ബ്രെഡ് ജ്യൂസി ആയിട്ട് കിട്ടും. ജ്യൂസി ആയിട്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുറച്ച് ഈ പാലിൻ്റെ കൂട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഗോൾഡൻ കളറാവുന്നവരെ ഇത് മറിച്ചും തിരിച്ചിട്ട് വറുത്തെടുക്കാം. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൽ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ തേനോ ഒഴിച്ച് ഉപയോഗിച്ചാൽ ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെയും ഉപയോഗിക്കാം. ഇത് വൈകുന്നേരം ചായക്ക് കടിയായിട്ടോ അല്ലെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റുള്ളതുമാണ്. മധുരം വേണ്ടാത്തവരാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഈ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുമ്പോൾ മധുരം ഇടാതെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. മുട്ടയും പാലും ഉള്ളതുകൊണ്ട് ഹെൽത്തിയുമാണ്. ഇത് ഏത്തപ്പഴം നെയ്യിൽ വറുത്തെടുക്കുന്നതാണ്. ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ അരിഞ്ഞെടുക്കാം. കനം കുറച്ച് വേണം അരിയാൻ, എന്നാലേ ഇത് നന്നായിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാൻ പറ്റും. പാൻ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വേണം ഇത് ചെയ്യാൻ. ഇത് പെട്ടെന്നാകുന്നതുകൊണ്ട് മറിച്ചും തിരിച്ചും ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ഇടുക. ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ മുകളിൽ പഞ്ചസാര വിതറി ഒന്നും കൂടി തിരിച്ച് മറിച്ചിട്ട് അതെടുക്കാവുന്നതാണ്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. പെട്ടെന്നാകുന്നത് കൊണ്ട് വേഗം മറിച്ചും തിരിച്ചും ഇതിട്ട് വേഗം എടുക്കാവുന്നതാണ്. കടലമാവ് കൊണ്ട് ലഡു ഉണ്ടാക്കുന്ന വിധമാണ്: 1 കപ്പ് കടലമാവ്, 3/4 കപ്പ് പഞ്ചസാര, 3 ഏലക്കായ. ഈ പഞ്ചസാരയും ഏലക്കായയും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പഞ്ചസാര നന്നായി പൊടിയണം. അതിനുശേഷം അത് മാറ്റി വെക്കുക. ഇനി വേണ്ടത് 1/4 ഗ്ലാസ് നെയ്യാണ്. നല്ല കട്ടിയുള്ള ചീനച്ചട്ടി എടുത്ത ശേഷം നെയ്യ് ചട്ടിയിലോട്ട് ഒഴിക്കുക. അതിനുശേഷം കടലമാവ്, 1 ഗ്ലാസ് കടലമാവാണ് എടുത്തേക്കുന്നത്. ആ കടലമാവ് ചട്ടിയിലേക്കിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ച് വെച്ചാണ് ഇത് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വേണം ഉണ്ടാക്കാൻ. പിന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഒരു 10 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റിന് ശേഷം 2 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഇടണം. ഇതിൽ കാണുന്ന ലൂസ് ആയ ഒരു പരുവത്തിലായിരിക്കണം, അതായത് കുറുക്കിൻ്റെ ഒരു പാകത്തിലായിരിക്കണം. എന്നിട്ട് പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 15-20 മിനിറ്റിനുള്ളിൽ അതൊരു ഗോൾഡൻ കളറാകും. ഗോൾഡൻ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം അത് തണുക്കുവാൻ വെക്കുക. നേരെ ചൂടുള്ള സമയത്ത് മാത്രം പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ചേർക്കുക. പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് വേണമെങ്കിൽ കശുവണ്ടിയും ബദാമും ചെറിയ പീസുകളാക്കി നുറുക്കിയത് ഇതിൽ മിക്സ് ചെയ്ത ശേഷം ഉരുട്ടാവുന്നതാണ്.
പഞ്ചസാര ഇതിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് ഉരുട്ടി എടുക്കാവുന്നതാണ്. അത് നേരിയ ചൂടുള്ള സമയത്ത് തന്നെ ഉരുട്ടി എടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോകും. ഇത് മൈസൂർ പാക്കിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു ലഡുവാണ്. മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് മൈസൂർ പാക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് ദോഷമായ ഒന്നുമില്ല, നല്ല ഗുണമുള്ളതാണ്. കടലമാവും നെയ്യും ഒക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതിൽ നെയ്യിലോട്ട് കടലമാവ് ഇടുമ്പോൾ കടലമാവിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ലഡുവിന് ഒരു മഞ്ഞ കളറ് കിട്ടും. ഈ കളറ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ലഡുവിന് കളറ് ഒരു നന്നായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഞാനിതിൽ പറയാൻ മറന്നുപോയി. അപ്പോൾ കടലമാവിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതുണ്ടാക്കിയാൽ കളറും കൂടി കിട്ടും.